എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും പാസ്റ്റേഴ്സിനും വേഗം വരുന്നവനായ നിസ്തുല്യനായ കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് മോശ എഴുതിയ പുറപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനമാണ്. അതിന് സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഭാഗം ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിന്റെ ആദ്യത്തെ 6 അധ്യായങ്ങൾ മോശയെ കുറിച്ചുള്ളതായ ഒരു വിവരണമാണ് പ്രത്യേകിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ വിവരണത്തിൽ മോശ ആരാണെന്ന് അത് പറഞ്ഞു നിർത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മോശയ്ക്ക് സഹായകനായി മോശയുടെ സഹോദരനായ അഹറോനെയാണ് ദൈവം നിയമിക്കുന്നത്. ഇവരിരുവരും ലേവ്യ കുടുംബത്തിൽപ്പെട്ടവരാണ്. അവരുടെ സാധാരണ നിലയിലുള്ള യോഗ്യത കൊണ്ട് അവർക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം അവരെ വിളിച്ച് ഒരു നിയോഗം അവരെ ഏൽപ്പിച്ചു. അതാണ് അവരുടെ പിൻപിലുള്ള ബലം എന്ന് പറയുന്നത്. മോശ തൻ്റെ കുറവ് ദൈവസന്നിധിയിൽ സമ്മതിച്ചു. ഞാൻ വാക്ക് വൈഭവമില്ലാത്ത ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് മോശയ്ക്ക് സഹായമായി ദൈവം അഹറോനെ നൽകിയത്. അഹറോന് ഒരിക്കലും സ്വയമായി ഒന്നും പറയുവാനും ചെയ്യുവാനുമുള്ളതായ അവകാശം ദൈവം കൊടുത്തിട്ടില്ല. ദൈവം കൊടുത്തതെല്ലാം മോശ പറയുന്ന കാര്യം മിസ്രൈമിലെ രാജാവിനോടും ജനത്തോടും പറയണം. ഒരു പ്രവാചകന്റെ ശുശ്രൂഷയിൽ നിലനിൽക്കണം എന്നാണ് ദൈവം അവനോട് സംസാരിച്ചിരിക്കുന്നത്. അതായത് ഓരോ വ്യക്തിക്കും ഓരോ അസൈൻമെന്റ് ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമേ ചെയ്യുവാൻ ദൈവം അനുവദിക്കത്തുള്ളൂ. അതിൽ കൂടുതൽ ഉറവ് ഒന്നും ചെയ്യുവാൻ നാം ശ്രമിക്കരുത്. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ അതാണ് നമ്മൾ നിറവടിയായി ചെയ്യേണ്ടത്. ആദ്യത്തെ 6 അധ്യായങ്ങൾ മോശയെ കുറിച്ച് പറഞ്ഞ ശേഷം 7 മുതൽ 11 വരെ അധ്യായങ്ങളിൽ മിസ്രൈമ്യ ജനത്തെ ദൈവം ന്യായം വിധിച്ചു, അല്ലെങ്കിൽ ബാധകൾ കൊണ്ട് ദൈവം അവരെ ന്യായം വിധിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം അവരെ ആ നിലയിൽ ബാധകൾ അയച്ച് ന്യായം വിധിക്കുന്നത്? അത് മിസ്രൈമ്യർക്ക് മാത്രമുള്ള ഒരു പ്രത്യേക ദൈവത്തിന്റെ ഇടപാടാണ്. ആ ബാധകൾ ഒന്നും തന്നെ അവിടെ താമസിച്ചു കൊണ്ടിരുന്ന ഗോശൻ ദേശത്ത് പാർത്തുകൊണ്ടിരുന്ന എബ്രായ ജനത്തിന് നേരിട്ടിട്ടില്ല. ദൈവം അവരെ ഭദ്രമായി സൂക്ഷിച്ചു. ഇത് നമ്മൾ ഓർക്കണം. ബാധ ഉണ്ടായത് മുഴുവനും മിസ്രൈമ്യ ജനത്തിനാണ്. എബ്രായ ജനം മിസ്രൈമിലാണ് പാർക്കുന്നത്. അവരൊരു പ്രത്യേക ഏരിയയിലാണ് പാർക്കുന്നത്. ആ ഏരിയയുടെ സ്ഥലമാണ്, ആ സ്ഥലത്തിന്റെ പേരാണ് അത് ഗോശൻ ദേശം എന്ന് പറയുന്നത്. അവരവിടെ പാർക്കുന്നത്. എന്നാൽ ഇത് മിസ്രൈമിൽ തന്നെയാണ്. പക്ഷേ ദൈവം അവരെ എത്ര ഭദ്രമായി അവിടെ സൂക്ഷിച്ചു എന്ന് ഈ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 4 പ്രത്യേക കാര്യം കൊണ്ടാണ് ദൈവം ഈ മിസ്രൈമ്യരെ ഈ ബാധകളാൽ ബാധിക്കുവാൻ ഇടയായി തീർന്നത്. 4 പ്രത്യേക കാര്യങ്ങളാണ്. അതില് മിസ്രൈമ്യരെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോഴെല്ലാം നമ്മൾ ഓർക്കണം, ഫറവോനും മിസ്രൈമ്യരും അവര് ബഹുദൈവ ആരാധനക്കാരാണ്. ജാതികളാണ്, ബഹുദൈവ ആരാധകരാണ്. കണ്ണിക്കണ്ടതിനെയൊക്കെ ആരാധിക്കുന്നവരാണ്. ആ ബഹുദൈവ ആരാധനയെക്കെതിരായുള്ള ദൈവത്തിന്റെ ഒരു പരസ്യ യുദ്ധപ്രഖ്യാപനമാണ് ഈ നടക്കുന്നതായ ബാധകളെല്ലാം തന്നെ. ഒടുവിൽ അവരുടെ ദൈവത്തെയും അവരുടെ ദേവന്മാരെയും ന്യായം വിധിച്ച ശേഷമാണ് ദൈവം തന്റെ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുന്നത്. 4 പ്രധാന കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഞാൻ കൊണ്ടുവരാം. 1, ഇസ്രയേൽ ദൈവത്തിന്റെ ശക്തിയും കരുതലും അവരുടെ ഹൃദയത്തിൽ ഉറപ്പ് വരുത്തുവാൻ
ഈ ബാധകൾ കാരണമായി തീർന്നു. ഇസ്രായേൽ മക്കൾക്ക് അവരുടെ ദൈവത്തിന്റെ ശക്തിയും കരുതലും അവർക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഇത് ഞാൻ വെറുതെ പറഞ്ഞ ഒരു കാര്യമല്ല, വചനത്തിൽ നിന്നാണ് ആ കാര്യം നമ്മൾ തെളിയിക്കേണ്ടത്. 7-ാം അധ്യായം 3-4 വാക്യം നോക്കാട്ട്, ആ വാക്യം മാത്രം വായിച്ചാൽ മതി. 7-ാം അധ്യായം 3-4 വാക്യം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുന്നു. എന്നാൽ ഞാൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കും, മിസ്രയീം ദേശത്തെ എന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും പെരുക്കും. ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കയില്ല. ഞാൻ മിസ്രയീമിന്മേൽ എന്റെ കൈവച്ച് വലിയ ശിക്ഷാവിധികളാൽ എന്റെ ഗണങ്ങളെ, എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ തന്നെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കും. ആമേൻ. അപ്പോൾ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കും. അതായത് ദൈവത്തിന്റെ അവരോടുള്ളതായ കൺസേൺ ആണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്റെ ജനമായ ഇസ്രായേല് കഴിഞ്ഞ 430 വർഷമായി ഫറവോൻ അടിമകളായി കിടക്കുകയാണ്. ഒരു ഫറവോനല്ല, പലരാ ഭരിക്കുന്നത്. ഈ 400 വർഷമായ പലര് ഭരിച്ചു. അവരുടെ എല്ലാ നേതാക്കന്മാരുടെയും പേര് ഫറവോനാകും. അങ്ങനെ പീഡ അനുഭവിക്കുന്ന എന്റെ ജനത്തിന്റെ, ദൈവം പറയാണ്, എന്റെ ജനത്തിന്റെ വിടുതലിന് വേണ്ടി ആണ് ഞാനിത് അയക്കുന്നത്. എന്നാൽ ഫറവോന്റെ ഹൃദയം കഠിനമാകും. ഡസന്റ് മാറ്റർ. ഫറവോനെയും ദൈവം ന്യായം വിധിക്കും. അത് ദൈവത്തിൻ്റെതായ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ ജനത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ശക്തിയും അവരോടുള്ള ദൈവത്തിന്റെ കരുണയും വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്, മിസ്രയീമ്യരുടെ മേലുള്ള ദൈവിക ന്യായവിധിയും അവരുടെ ദൈവത്തിന്റെ ശക്തിഹീനതയും വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് മിസ്രയീമ്യർ ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ എബ്രായ ജനത്തെ പീഡിപ്പിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവർ പീഡിപ്പിച്ചു, അവരടിച്ചു, ഇഷ്ടിക ഉണ്ടാക്കുന്നു, അവരെ അതിനകത്തിട്ട് കഷ്ടപ്പെടുത്തി. ഇതെല്ലാം ദൈവം കണ്ടു എന്നാണ് ദൈവം പറഞ്ഞത്. അതിനാൽ ആ മിസ്രയീമ്യരെ ദൈവം ന്യായം വിധിക്കുവാനാണ് അവർക്ക് കൊടുത്ത ന്യായവിധിയാണ് ഈ ബാധകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ മനസ്സിലാക്കണം, അവരുടെ ദൈവം ഒരു ശക്തിഹീനനായ ദൈവമാണെന്ന് അവർ മനസ്സിലാക്കണം. 9-ാം അധ്യായം 14-ാം വാക്യം നോക്കാം. 9-ാം അധ്യായം 14-ാം വാക്യം. 14-ാം വാക്യം. ഹല്ലേലൂയ. സർവ്വഭൂമിയിലും എന്നെ പോലെ മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടതിന് ഈ പ്രാവശ്യം ഞാൻ എന്റെ ബാധകളെ ഒക്കെയും നിന്റെ മേലും നിന്റെ ഭൃത്യന്മാരുടെ മേലും നിന്റെ ജനത്തിന്മേലും അയക്കും. ആമേൻ. എത്ര വ്യക്തമായിട്ടാണ് ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത്. എന്നെ പോലെ ഒരു ദൈവം ഇല്ല എന്ന് അല്ലയോ ഫറവോനെ നീയും നിന്റെ ജനവും മനസ്സിലാക്കണം. സർവശക്തനായ ദൈവം ആണ് നാം സേവിക്കുന്ന ദൈവം. ആ ദൈവത്തെ പോലെ ഒരു ദൈവം ഇല്ല എന്ന് ഇന്നേക്ക് അനേക വർഷങ്ങൾക്ക് മുമ്പ് മിസ്രയീമിലുള്ളവർ മനസ്സിലാക്കണം. അതിനാണ് ദൈവം എന്ത് ചെയ്തത്? അവിടെ ബാധകളെ അയച്ചത്. നമ്മൾ ചോദിക്കും, ദൈവം എന്തിനാ അവിടെ ബാധകളെ അയച്ചത്? ജീവനുള്ള ഒരു ദൈവം ആ ഒരാളെ ഉള്ളൂ എന്ന് അവർ മനസ്സിലാക്കാനാണ്. ഇവർക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ആ ദൈവങ്ങളെക്കാൾ ജീവനുള്ള ഒരു ദൈവമേ ഉള്ളൂ എന്നവര് മനസ്സിലാക്കുവാൻ ഇടയായി തീരണം. ഈ ബാധകൾ എന്ന് പറയുന്നത്, ഈ ബാധകൾ എല്ലാം തന്നെ സംഗ്രഹിച്ചു പഠിക്കുമ്പോൾ 10 ബാധകളാണ് ദൈവം അവരുടെ നടുവിൽ അയച്ചത്. ഈ 10 ബാധകളിൽ 2 ബാധകൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. വെള്ളം രക്തമായി മാറുക, അത് ചുവപ്പ് നിറത്തിൽ വന്നിട്ട് അതിനകത്തുള്ളതായ ജീവജാലങ്ങൾ ചത്ത് അത് നാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് നൈൽ നദിമേൽ വന്നതായ ഒരു ന്യായവിധിയാണ്. രണ്ടാമത്തേത് നമ്മൾ പഠിച്ചു, അത് തവളയാണ്. അത് ദേശത്ത് വ്യാപരിച്ചു. അത് നിമിത്തം
ഫറവോനും അവന്റെ ജനവും കഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നു. ഈ ബാധകൾ 10 ഏറിയ പങ്കും സൂചിപ്പിക്കുന്നത് ഇനിയും വരുവാൻ പോകുന്ന മഹാപീഡന കാലത്ത് അല്ലെങ്കിൽ ട്രിബുലേഷൻ പീരീഡിൽ ഇതേ ബാധകൾ ആവർത്തിക്കപ്പെടുന്നത് നിങ്ങൾ കാണുവാൻ കഴിയും. അത് വെളിപ്പാട് പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം പുറപ്പാട് പുസ്തകത്തിൽ പഠിക്കുന്ന അതേ ബാധകളിൽ പ്രധാനപ്പെട്ട ചിലതിനെ ദൈവം മഹാപീഡന കാലത്ത് ലേലത്തിന്റെ മേൽ അയക്കുവാൻ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം ഇത് വെറും ഒരു മിഥ്യ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന ചരിത്രമല്ല, ഇത് സംഭവിച്ച വസ്തുതയാണെന്നുള്ളത് സങ്കീർത്തനക്കാരൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. നമ്മൾ കുറിക്കുമ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കത്തരാം. നിങ്ങൾ 105 സങ്കീർത്തനം എന്നെടുത്ത് 105 സങ്കീർത്തനം എന്താ ഇതിനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്ന് നോക്കിയാട്ട് 105 സങ്കീർത്തനം 26 മുതൽ ഒരു 3-4 വാക്യങ്ങൾ താഴോട്ട് പെട്ടെന്നൊന്ന് വായിച്ചാട്ട്. 105 സങ്കീർത്തനം 26 വാക്യം മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. 105 സങ്കീർത്തനം 26 വാക്യം മുതൽ വായിക്കുന്നു. അവൻ തന്റെ ദാസനായ മോശയെയും താൻ തിരഞ്ഞെടുത്ത അഹ്റോനെയും അയച്ചു. ഇവർ അവരുടെ ഇടയിൽ അവന്റെ അടയാളങ്ങളും യഹോവ ദൈവത്തിന്റെ അടയാളങ്ങളും ഹാമിന്റെ ദേശത്തെ അത്ഭുതങ്ങളും കാണിച്ചു. അവൻ ഇരുൾ അയച്ചു ദേശത്തെ ഇരുട്ടാക്കി. അവർ അവന്റെ വചനത്തോട് മറുത്തതുമില്ല. അവൻ അവരുടെ വെള്ളത്തെ രക്തമാക്കി അവരുടെ മത്സ്യങ്ങളെ കൊന്നുകളഞ്ഞു. അവരുടെ ദേശത്ത് തവള വ്യാപിച്ചു. രാജാക്കന്മാരുടെ പള്ളിയറകളിൽ പോലും നിറഞ്ഞു. അവൻ കൽപ്പിച്ചപ്പോൾ നായീച്ചയും അവരുടെ ദേശത്തെല്ലാം പേനും വന്നു. അവൻ അവർക്ക് മഴയ്ക്ക് പകരം കന്മഴയും അവരുടെ ദേശത്തിൽ അഗ്നിജ്വാലയും അയച്ചു. അവൻ അവരുടെ മുന്തിരിവള്ളികളും അത്തിവൃക്ഷങ്ങളും തകർത്തു. അവരുടെ ദേശത്തിലെ വൃക്ഷങ്ങളും നശിപ്പിച്ചു. അവൻ കൽപ്പിച്ചപ്പോൾ വെട്ടുക്കിളിയും തുള്ളനും അനവധിയായി വന്നു. അവരുടെ ദേശത്തിലെ സസ്യമൊക്കെയും അവരുടെ വയലിലെ വിളയും തിന്നുകളഞ്ഞു. അവൻ അവരുടെ ദേശത്തിലെ എല്ലാ കടിഞ്ഞൂലിനെയും അവരുടെ സർവ്വവീര്യത്തിൻ ആദ്യ ഫലത്തെയും സംഹരിച്ചു. അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനം ഉണ്ടായിരുന്നില്ല. പുറപ്പാട് പുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന വസ്തുതകൾ ശരിയാണെന്ന് സങ്കീർത്തനക്കാരൻ ശരിവെക്കുകയാണ്, സംഗ്രഹിച്ചു പറയുകയാണ്. 10 ബാധകളെ ദൈവം അവിടെ അയച്ചു. അതുകൊണ്ട് ചരിത്രം തീരുന്നില്ല. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഈ ബാധകളിൽ ചിലത് ഹർമഗദോൻ യുദ്ധത്തിന് ബന്ധത്തിൽ അല്ലെങ്കിൽ മഹാപീഡനത്തോടുള്ള ബന്ധത്തിൽ ഇവ ആവർത്തിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ വിശകലമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഹർമഗദോൻ യുദ്ധത്തില് സൈന്യ ശേഖരണത്തിന് വേണ്ടി 3 ദൂതന്മാർ പുറത്തു വരുന്നു. അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 13-ാം വാക്യത്തിലാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 തവളകൾ പുറപ്പെട്ട് സൈന്യവ്യൂഹമായി യുദ്ധത്തിനായി ജനത്തെ ഒരുക്കുന്നതായിട്ട് കാണാൻ കഴിയും. തവളയെ കുറിച്ച് അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നമ്മൾ വായിക്കുന്നത് 5-ാമത്തെ ദൂതൻ കാഹളമൂതുമ്പോൾ തേളിന് സദൃശമായ വെട്ടുക്കിളി ഭൂവാസികളെ ദണ്ഡിപ്പിക്കും എന്ന് 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കും. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ. 2-ാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ കടലിൽ 1/3 രക്തമായി തീർന്നു എന്ന് വെളിപ്പാട് 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കും. 2-ാമത്തെ ദൂതൻ കലശം സമുദ്രത്തിൽ ഒഴിച്ചപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെയായി എന്നാണ് എഴുതിയിരിക്കുന്നത്. 3-ാമത്തെ ദൂതൻ തന്റെ കലശം നദികളിലും നീരുറവകളിൽ ഒഴിച്ചപ്പോൾ അവ രക്തമായി തീർന്നു എന്ന് വെളിപ്പാട് 16-ന്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു.
മൂന്നാമത്തെ ദൂതൻ ക്രോധകലശം ഭൂമിയിൽ ഒഴിച്ചപ്പോൾ മൃഗത്തെ ആരാധിക്കുന്നത്, അഥവാ എതിർ ക്രിസ്തു അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റിനെ ആരാധിക്കുന്നവരുടെ മേൽ ദുർവ്രണങ്ങൾ ഉണ്ടായി, പരുക്കൾ ഉണ്ടായി എന്ന് വെളിപ്പാട് 16:2 എഴുതിയിരിക്കുന്നു. അഞ്ചാമത്തെ ദൂതൻ കലശം ഒഴിച്ചപ്പോൾ മൃഗത്തിന്റെ രാജ്യം ഇരുണ്ടുപോയി എന്ന് വെളിപ്പാട് 16:10 എഴുതിയിരിക്കുന്നു. പുറപ്പാടിൽ എഴുതിയിരിക്കുന്നത് അന്ധകാരം, ഘോരമായ അന്ധകാരത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്ന ഒരു ബാധയായി. ഒന്നാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ കൽമഴ പെയ്തു എന്ന് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. കൽമഴയുടെ ബാധയാൽ അനേകം പേർ മരിപ്പാനിടയായി തീർന്നു. ഇന്ന് കൽമഴ എന്ന് പറഞ്ഞാലൊക്കെ എന്താണെന്ന് അമേരിക്കയിലുള്ളവർക്ക് നല്ലപോലെ അറിയാം. ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്ത് ടെന്നീസിനേക്കാൾ വലിയതായ ഹെയിൽ വീണുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് കുറയാൻ പോകുന്നില്ല, വർദ്ധിക്കാനേ പോകുന്നുള്ളൂ. ഇതിന്റെ ഏറ്റവും അത്യുച്ചകോടിയിലേക്ക് വരുന്നത് മഹാപീഡന കാലത്താണ്. അപ്പൊ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ കാര്യങ്ങളുടെ മുന്നോടിയായി മിസ്രൈമിലെ ജനത്തിന്മേൽ ദൈവം തന്റെ ന്യായവിധി അയച്ചു. എന്തിനാ ന്യായവിധി അയച്ചത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവം ആരാണെന്ന് അവരുടെ നടുവിൽ വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ 10 ബാധകളെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഭാഗത്തേക്ക് മടങ്ങി വരാം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14 മുതൽ 25 വരെയുള്ള ഭാഗത്തിലാണ് നൈൽ നദി രക്തതുല്യമായി മാറിയെന്ന് എഴുതിയിരിക്കണം. നൈൽ നദി മാത്രമല്ല, അവിടെയുള്ള ഉറവുകൾ, തോടുകൾ, കുളങ്ങൾ ഒക്കെയും രക്തതുല്യമായി മാറി എന്ന് വായിക്കുന്നു. കാരണം ഈ നൈൽ നദി അവരുടെ ജീവിതത്തിൽ ഒരു ദേവിയായും അവർ കാണുന്നുണ്ട്. കാരണം ഈ മിസ്രൈമ്യർ ആരാധിക്കുന്നത് കാളദേവനായ അപ്പീസിനെയാണ്. നൈൽ നദിയുടെ ദേവനായിട്ടാണ് ഈ അപ്പീസിനെ അവർ കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ന്യായവിധി, ഒന്നാമത്തെ വാധ വിധേയമായി തീർന്നത് അവരുടെ കാളദൈവത്തിനാണ്. ആ കാളദൈവത്തിന് ബലഹീനതയുള്ളതായ ഒരു വസ്തുതയാണെന്ന് അവരെ മനസ്സിലാക്കി. രണ്ടാമത്തെ ബാധ 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെയാണ്. ഇവിടെ പ്രതിപാദിക്കുന്നത് ദേശത്തെല്ലാം ഫറവോന്റെ കൊട്ടാരത്തിലും എല്ലായിടങ്ങളിലും തവള വ്യാപിച്ചു എന്നാണ്. ഇത് ആ മിസ്രൈം ജനത്തിന്റെ ദേവതയായ ഹൈക്കിന് തവളയുടെ തലയാണ് കൊടുത്തിരിക്കുന്നത്. പുനരുത്ഥാനത്തെ കുറിക്കുന്നത് ഈ തവളയാണെന്ന് അവർ പറയുന്നു. കാരണം മാസങ്ങൾ തവള സ്വൈര്യമായി എവിടെയും പോയി അടങ്ങിയിരിക്കുന്ന ഒരു ജന്തുവാണ്. അതുകൊണ്ട് അത് പുനരുത്ഥാനത്തെ കുറിക്കുമെന്നാണ് അവർ വിശ്വസിച്ച് വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ദേവനെയാണ് ന്യായം വിധിപ്പാൻ ഇടയായി തീർന്നത്. മൂന്നാമത്തത് ദേശത്തെല്ലാം പേൻ വ്യാപരിച്ചു എന്നാണ് നാം വായിക്കുന്നത്. 8-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള ഭാഗത്താണ് നാം വായിക്കുന്നത്. 8-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള ഭാഗത്ത് പ്രത്യേകിച്ച് എടുത്തിരിക്കുന്നത് മൂന്നാമത്തെ ബാധയെ കുറിച്ചാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ: അപ്പോൾ യഹോവ മോശയോട് നിന്റെ വടി നീട്ടി നിലത്തിലെ പൊടിയെ അടിക്കുക എന്നവനോട് പറഞ്ഞു. അത് മിസ്രൈമിലുള്ള എല്ലായിടവും പേൻ ആയി തീർന്നു. പേന്റെ ബാധ. ഇത് അവരുടെ മറ്റൊരു ദേവനാണ്. ആ ദേവന്റെ പേര് സേത്ത് എന്നാണ്. സേത്ത് ദേവൻ. നോക്കണം, കണ്ണിക്കൊണ്ടതെല്ലാം അവർക്ക് ദേവനും ദേവിയുമാണ്. അപ്പോൾ അവിടെയും അവരുടെ സേത്ത് ദേവനെയാണ് ന്യായം വിധിച്ചത്. നാലാമത്തത് നായീച്ചയാണ്. നാ എന്ന് പറയുന്നത് അവരുടെ ഒരു ദേവനെ കുറിക്കുന്നതാണ്. നായീച്ചയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് 8-ാം അധ്യായം 20 മുതൽ 24 വരെയാണ്. നായീച്ചയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് 8-ാം അധ്യായം
20 മുതൽ 24 വരെ. നായീച്ച് സാധാരണ ചിത്രീകരിക്കുന്നത്, വരച്ചു വെക്കുന്നത് സൂര്യദേവനായ റേ കാണിക്കാനാണ്. ഒരു നായീച്ചയുടെ പടമാണ് സൂര്യദേവനായ റേ ചിത്രീകരിക്കുവാൻ അവർ സാധാരണ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി വന്നത് അവരുടെ സൂര്യദേവന്റെ മേലാണ്. 5-ാമത്തത് ന്യായവിധി 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലാണ്. ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത് മൃഗങ്ങളുടെ മേലുണ്ടായ ന്യായവിധിയാണ്. ഒട്ടകം, കഴുത, അതുപോലെ കുതിര, കന്നാലി, അതായത് പശു, ആട്, അവരുടേതായ കാളകൾ, എല്ലാത്തിന്റെ മേലും ന്യായവിധി ഉണ്ടായി. 9-ാം അധ്യായം 1 മുതൽ 7 വരെയാണ്. പശുവിന്റെ തല ഒരു ദേവിയായിട്ട് അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ദേവിയുടെ തലയെ ഉപയോഗിക്കുന്ന പശുവിന്റെ തലയാണ്. രണ്ടാമത് അവർ ഉപയോഗിക്കുന്നത് അപ്പീസ്, മുമ്പേ ഞാൻ പറഞ്ഞു, കാള ദൈവത്തെയാണ്. കാളയെ ഒരു ദൈവമായിട്ടാണ് അവർ വിളിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ പശുവിനെ മാ എന്ന് വിളിക്കുന്നത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇത് ഈ 21-ാം നൂറ്റാണ്ടിലും ഇത് നടക്കുന്നെങ്കിൽ അന്നത്തെ കാലത്തും അതുപോലെ തന്നെ ഒരു ബഹുജനം ഈ പശുവിനെയും കാളയും ഒക്കെ ദൈവങ്ങളായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇവയ്ക്കിടെ പിൻപിൽ വ്യാപരിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. അതിനെയാണ് അവർ ദൈവം എന്ന് വിളിക്കുന്നത്. ആ ദൈവമാണ് അവരെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നെന്ന് അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ ദൈവം ന്യായം വിധിച്ചത് അവയെയാണ്. അപ്പൊ ശ്രദ്ധിക്കണം, ദൈവം ന്യായം വിധിക്കുന്ന കാളയും പശുവിനെയും അല്ല. ദൈവം ന്യായം വിധിക്കുന്നത് അവരുടെ ദേവന്മാരെയും ദേവിമാരെയുമാണ്. 6-ാമത്തത് മനുഷ്യന്റെ മേൽ വന്ന പരുക്കളാണ്. മനുഷ്യന്റെ മേലെല്ലാം പരുക്കൾ വന്നു. അത് 9-ാം അധ്യായം 8 മുതൽ 12 വരെയാണ് എഴുതിയിരിക്കുന്നത്. ഈ പരുക്കൾ എന്ന് പറയുന്നത് അവർ വിശ്വസിക്കുന്നത് ഈ ഒരു ദേവനും ദേവിയും അവരെ അനുഗ്രഹിക്കുന്നത്, ഇത് വരുമ്പോൾ സൗഖ്യമാക്കുന്ന ഐസിസ് എന്ന ദേവനുണ്ട്. അത് ആണ് ഇത് വരുത്തുന്നതെന്ന് അവർ ചിന്തിക്കണം. എന്നാൽ സൗഖ്യദായകനായ ഒരു സുനു എന്ന് പറഞ്ഞ ഒരു ദേവിയുണ്ട് അത്രേ. ആ ദേവിയാണ് അവരെ രോഗത്തിൽ നിന്നൊക്കെ വിടുവിക്കുന്നത്. ഈ ദേവനും ദേവിക്കും ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ജനം മുഴുവനും പരുക്കളായി തീർന്നു. നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും, അയ്യോ ഇത്രയും അധപ്പതിച്ച ഒരു രാജ്യമായിരുന്നോ ഇസ്രയേൽ. നിങ്ങൾ മദ്രാസിൽ ചെന്നാൽ അവിടെ ഉള്ളതായ നമ്മുടെ തമിഴ് സഹോദരന്മാര് ദൈവമില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, വിഗ്രഹാരാധികളായി ജീവിക്കുന്നവർ. അവർ പറയുന്നത് ഈ സ്മോൾ ബോക്സ്, അതുപോലെയുള്ളതായ ചിക്കൻ ബോക്സ്, ഇതൊക്കെ വരുമ്പോൾ അവർ പറയുന്നത് അമ്മ വിളയാട്ടമെന്നാ, അമ്മ പ്രസാദിച്ചെന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ദേഹത്തെല്ലാം ഇതിങ്ങനെ പൊങ്ങി വരുന്നെന്നാ പറയുന്നത്. ഇന്നും ഇത് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ലോകത്തിലുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് ഓർപ്പിച്ചത്. അപ്പോൾ 6-ാമത് ഉണ്ടായത് മനുഷ്യന്റെ മേലുള്ള പരുവാണ്. 7-ാമത് ദേശത്തുണ്ടായ കൽമഴയാണ്. 9-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അത് സ്പഷ്ടമായി എഴുതിയിരിക്കുന്നു. ദേശത്ത് കൽമഴയുണ്ടായെന്ന്. അതായത് ആകാശദേവനായ നൂന് അതിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. കൊടുങ്കാറ്റിന്റെ ദേവനായ സേത്തിന് അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം അവരുടെ ദേവന്മാരാണ്. നൂനും സേത്തും ഒക്കെ ആകാശദേവനും കൊടുങ്കാറ്റിന്റെ ദേവനുമാണ്. കൊടുങ്കാറ്റടിക്കുമ്പോഴാണ് കൽമഴ പെയ്യുന്നത്. അതിനെ നിയന്ത്രിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. 9-ാമത്തെ കൂരിരുളാണ്. കൂരിൽ വരണമെങ്കിൽ സൂര്യദേവന്റെ കണ്ണ് മഞ്ചിപ്പോയെങ്കിലേ കൂരിരുൾ വരുവാൻ കഴിയുകയുള്ളൂ. 10-ാം അധ്യായത്തിന്റെ 21 മുതൽ 29 വരെ, 10-ാം അധ്യായത്തിന്റെ 21 മുതൽ 29 വരെ കൂരിരുളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു പ്രത്യേക കാര്യം കുറിക്കൊള്ളണം. ഈ കൂരിരുള് എന്ന് പറയുമ്പോൾ 10-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം തൊട്ട് 24 വാക്യം ഒന്ന് വായിച്ചാണ്.
ഒരു പ്രത്യേക കാര്യം നമുക്ക് മനസ്സിലാക്കാം. 10-ാം അധ്യായത്തിന്റെ 23-ഉം 24-ഉം വാക്യം. 23-24 വാക്യം. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല, ഒരുത്തനും തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ സ്തോത്രം പറയാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. കട്ടിയേറിയ കൂരുകൾ, ഇത് സൂര്യഗ്രഹണം കൊണ്ടുണ്ടായതാണെങ്കിൽ ഗോശൻ ദേശത്തും ബാധിക്കണം, ഇല്ലേ? എബ്രായ ജനത്തിന് അതുകൊണ്ട് യാതൊരു ഉണ്ടായില്ല. അത് ഇലക്ട്രിസിറ്റി ഇല്ല, ലോഡ് ഷെഡിങ് ഉണ്ടായതാണെന്നും അത് കറണ്ട് പോയതാണെന്നും പറയാനൊക്കത്തില്ല. അന്ന് കറണ്ട് ഇല്ല. ദൈവം ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കൂരുകൾ അയച്ചു എന്ന് പറഞ്ഞാൽ, നീ സേവിക്കുന്ന ദൈവം സൂര്യദേവനെയും അവൻ കൊടുക്കുന്നതായ ശക്തിയെയും നിന്റെ ആകാശദേവനായ ലൂത്തിന്റെ മേലും ദൈവം അയക്കുന്ന ന്യായവിധിയാണെന്ന് അവർക്ക് മനസ്സിലാകുവാൻ കഴിയും. ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് ഒരുത്തനും അനങ്ങാൻ കഴിഞ്ഞില്ല. കാരണം വീട്ടില് ഇരിക്കുന്ന വ്യക്തി അപ്പുറത്തിരിക്കുന്ന വ്യക്തി ആരാണെന്ന് പോലും കാണുവാൻ കഴിയാത്ത നിലയിലുള്ള കൂരിരുട്ട്, അത്രമേലുള്ള കൂരിരുട്ട് വന്നപ്പോഴും ഗോശൻ ദേശത്ത് പ്രകാശം ഉണ്ടായിരുന്നു. സ്തോത്രം. ദൈവം എത്ര ശക്തിമാനായ ദൈവമാണ്, ദൈവം എത്ര ശ്രേഷ്ഠമേറിയ ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 10-ാമത്തെ ബാധ കടിഞ്ഞൂൽ ബാധയാണ്. ഇത് 11-ാം അധ്യായം 12 മുതൽ 30 വരെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് ബാധ മോശ മുഖാന്തരമോ അഹരോൻ മുഖാന്തരമോ ഉണ്ടായതല്ല. അവരുടെ വടി നീട്ടിയോ അവർ പറഞ്ഞിട്ടോ ഉണ്ടായതല്ല. പിന്നെയോ ദൈവം നേരിട്ട് ചെയ്ത ഒരു കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. 10-ാമത്തെ ബാധ ആദ്യജാത സംഹാരമാണ്. ജനത്തെ മൊത്തമായി ബാധിച്ച ഒന്നാണ്. ഫറവോന്റെ കൊട്ടാരം മുതൽ അടിമയുടെയായ അവിടെ ഉള്ളതായ പാവപ്പെട്ടവന്റെ കുടില് വരെ ഉള്ള ആദ്യജാതന്മാരെ ദൈവം നിഗ്രഹിച്ചു. നോക്കണം, ഫറവോന്റെ ആദ്യജാതനെ ദൈവം ബാധിച്ചു. അടുത്ത ഫറവോനാകേണ്ടത് അവനായിരുന്നു. ആ പൈതലിന്റെ മരണത്തിന് കാരണമായി തീർന്നു. അവിടെ മാവ് പൊടിക്കുന്ന അവന്റെ അടിമ, അവന്റെ തൊഴിലാളിയുടെ ആദ്യജാതനും മരിച്ചു. അന്ന് രാത്രി മിസ്രൈമിൽ ഒരു കൂട്ട നിലവിളി ഉണ്ടായി. ഇതുപോലെ ഒരു നിലവിളി മിസ്രൈമിൽ ഉണ്ടായിട്ടില്ല. ആ കൂട്ട നിലവിളിയുടെ മുമ്പിൽ ഫറവോ മോശയുടെ മുമ്പിൽ മുട്ടുകുത്തി, നിന്റെ ജനവുമായി നീ ഇവിടുന്ന് പുറപ്പെട്ടു പോകുവാൻ കഴിച്ചു. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി നിങ്ങൾ. എന്താ ഇതിന് കാരണമായി തീർന്നെന്നറിയാമോ? 12-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. 12-ാം അധ്യായത്തിൽ അതിന്റെ 12-ാം വാക്യം മാത്രം ശക്തിയായിട്ടൊന്ന് വായിച്ചാട്ട്. 12-ാം അധ്യായം 12-ാം വാക്യം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യം. ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തുകൂടെ കടന്ന മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെയും ഒക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവ ആകുന്നു. അറക്കപ്പെട്ട കുഞ്ഞാട് മഹത്വം. ഗ്ലോറി 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 ടു ഗോഡ്. ശ്രദ്ധിച്ചാണ്ട്, മിസ്രയീമിലുള്ള സകല ദേവന്മാരിലും ഞാൻ എന്റെ ന്യായവിധി അയക്കും. സർവശക്തനായ ദൈവം അരുളി ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയും. ഇസ്രായേൽ മക്കളെ അല്ലെങ്കിൽ എബ്രായ ജനത്തെ മിസ്രയീമിലിട്ട് ദണ്ഡിപ്പിച്ചതും അവിടെ അടിമകളായി സൂക്ഷിച്ചതും ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതും അവരെ ചാട്ടവാറുകൊണ്ട് അടിച്ചതും അതിന്റെ എല്ലാം പിൻപിൽ വ്യാപരിച്ച ശക്തി അവരെ
അവിടുന്ന് വീണ്ടെടുക്കുവാൻ കഴിയാതെ അവരെ ബന്ധിച്ചിട്ടിരുന്ന ബന്ധനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മനസ്സിലാവും. ആ ബന്ധനത്തിന്റെ പേരാണ് മിസ്രൈമിലെ വ്യാധിയായ പോരാട്ടം എന്നൊക്കെ നമ്മൾ പറയല്ലോ. സകല ദേവന്മാരുടെയും ശക്തി. ദൈവം ആരാണ്? ദൈവം ന്യായം വിധിച്ചത് മിസ്രൈമ്യരെ അല്ല. ദൈവം ന്യായം വിധിച്ചത് അവരുടെ പിൻപിൽ പ്രവർത്തിച്ച അന്ധകാരയാണ്. ഇന്നും ഈ അന്ധകാര ശക്തി ലോകത്തിൽ വ്യാപരിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതെ, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. എന്നാൽ തടയുന്നവൻ വഴിയിൽ നിന്ന് മാറുക വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ഇപ്പോൾ ലോകത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. ഇത് 2 തെസ്സലോനി 2-ാം അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത്. ആ അന്ധകാര ശക്തിയുടെ പേര് അധർമ്മത്തിന്റെ മർമ്മം, അധർമ്മത്തിന്റെ ശക്തി. ആ അധർമ്മത്തിന്റെ ശക്തി ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ അതിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന ആരാണെന്നറിയാമോ? ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ സഭയുമായി ഇവിടുന്ന് മാറ്റപ്പെടുന്ന ഒരു സമയം സമാഗതമായിരിക്കുകയാണ്. അത് മാറ്റപ്പെട്ടാൽ ഉടനെ ഈ അധർമ്മമൂർത്തിയുടെ ശക്തി ലോകത്തിൽ വ്യാപരിക്കാൻ പോകുകയാണ്. അതാണ് അധർമ്മത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഇന്ന് പിടിച്ചു വച്ചിരിക്കുന്ന അന്ധകാര ശക്തി നിങ്ങൾ വിചാരിക്കുന്നത് ഇന്നാരായിരിക്കും? ഞങ്ങളുടെ ബന്ധുക്കാരാണ്, ഞങ്ങളുടെ ചാർച്ചക്കാരാണ്, ഞങ്ങളുടെ സഭക്കാരാണ് എന്നൊക്കെയല്ലേ ചിന്തിച്ചു വച്ചിരിക്കുന്നത്. അവരുടെ പിൻപിൽ പ്രവർത്തിക്കുന്ന ശക്തി ഏതാണെന്ന് ഇന്ന് രാത്രി ഓരോ വ്യക്തിയും മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ 10 ബാധകൾ അക്കമിട്ട് ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഈ 10 ബാധകൾ ദൈവം അയക്കുവാൻ കാരണം, ഈ 10 ബാധകളുടെയും പിൻപിൽ ബാധകൾ അയക്കുവാൻ കാരണം 10 നിലവാരത്തിൽ ഉള്ള ദേവിയെയും ദൈവം ന്യായം വിധിച്ചതാണ്. മനസ്സിലായോ? 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവം അവിടെയുള്ള ദേവന്മാരെ ന്യായം വിധിച്ചു. അന്ന് രാത്രിയാണ് എബ്രായജനത്തിന് ദൈവം മോചനം കൽപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവവചനത്തിൽ വായിക്കുന്നു, ബലവാന് പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കടമെടുക്കുവാൻ കഴിയുകയില്ല. അവനെ പിടിച്ചു കെട്ടുവാൻ കഴിയുള്ള ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ പേരാണ് സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട് കവർ ചെയ്യുവാൻ കഴിയുകയില്ല. അന്ന് രാത്രിയിൽ ആബീബ് മാസം 14-ാം തീയതി രാത്രിയിൽ ആ ബലവാനെ പിടിച്ചു കെട്ടി അവന്റെ വീട് കവർ ചെയ്ത് ദൈവം തന്റെ ജനത്തെ അതേ ഒരു സൈന്യവ്യൂഹത്തോടുകൂടെ, സങ്കീർത്തനക്കാരൻ പറഞ്ഞു, അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. ഈ ദൈവം എത്ര ശക്തനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ശക്തനായ ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഒരിക്കലും ദൈവമക്കൾ അധൈര്യപ്പെട്ടു പോകരുത്. 9-ാമത്തെ ബാധ കഴിഞ്ഞപ്പോൾ അതുവരെ ഫറവോൻ തന്റെ ഹൃദയം കഠിനപ്പെടുത്തി. ഓരോ പ്രാവശ്യം അഹ്റോനും അതെ മോശയും അതെ ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയുന്നത് എന്താണ്? യഹോവ അരുളി ചെയ്യുന്നു, എന്റെ ജനത്തെ എന്നെ ആരാധിപ്പാൻ അവരെ വിട്ടയക്കണം, വേറെ ഒന്നിനുമല്ല. എന്റെ ജനത്തെ എന്നെ ആരാധിപ്പാൻ വിട്ടയക്കണം. ആദ്യം കേട്ട ഉടനെ ഫറവോൻ ചോദിച്ചത് യഹോവ എന്ന് പറഞ്ഞാൽ ആരാ? പിന്നീട് പറഞ്ഞത് ഞാൻ വിട്ടയക്കയില്ല. അടുത്ത ഓരോ തന്ത്രങ്ങൾ അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഓരോ ബാധ കഴിയും തോറും ഞാൻ വിട്ടയക്കാം എന്ന് പറയും. എന്നാൽ ബാധ മാറുമ്പോൾ തന്നെയും ഹൃദയം കഠിനമാക്കുകയാണ്. ഇങ്ങനെ 9 ബാധകൾ അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ മോശ ധൈര്യത്തോട് അവിടെ നിന്നുകൊണ്ട് ഒരു കോവിഷ്ഠനെ പോലെ സംസാരിച്ചു, ഇനി ഞാൻ നിന്റെ മുമ്പിൽ വരികയില്ല.
അത് പറഞ്ഞിട്ടാണ് മോശ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. നിങ്ങൾ 9ാമത്തെ ബാധയുടെ അവസാനത്തിൽ കൂരിരുളിന്റെ സമയത്ത് അത് ദൈവം പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. മോശ കോപിഷ്ഠനായി അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. കാരണം ഇനിയും നിന്റെ മുഖം ഞാൻ വന്ന് കാണുകയില്ലെന്ന് പറഞ്ഞു. നോക്കണം മോശയുടെ ധൈര്യം എത്ര വലുതാണ്. അന്ന് രാത്രി മോശ ഇറങ്ങിപ്പോന്നു. അടുത്ത ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അർദ്ധരാത്രിയിൽ അത് മിസ്രയീമിലൊരു നിലവിളി ഉയരുകയാണ്. ആമേൻ. അർദ്ധരാത്രിയിൽ മിസ്രയീമിൽ ഒരു നിലവിളി ഉയരുകയാണ്. ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? താമസമിന ഒരു അർദ്ധരാത്രിയിൽ ഒരു നിലവിളിയുടെ ശബ്ദമല്ല, ഒരു കാഹളത്തിന്റെ ശബ്ദം ധ്വനിക്കാൻ പോവുകയാണ്. രാത്രിയുടെ യാമത്തിൽ ഒരു ശബ്ദം ധരിക്കാൻ പോകുകയാണ്. മണവാളൻ വരുന്നേ എന്ന് വിളിച്ചു പറയുന്ന ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പോഴാണ് 10 കന്യകമാരിൽ 5 പേര് ഉറക്കം പിടിച്ചെന്ന് അവൾ പറയുന്നു. 5 പേര് ഉറക്കം പിടിച്ചു. അപ്പൊ രാത്രിയാണ്. രാത്രിയിൽ എന്തി പറയുന്നത്? രാത്രിക്ക് പുക്കാറെന്ന അർദ്ധരാത്രിയിൽ ഒരു നിലവിളി കേൾക്കാൻ പോകുകയാണ്. അർദ്ധരാത്രിയിൽ ഒരു ശബ്ദം ഉയരാൻ പോകുകയാണ്. മണവാളൻ വരുന്നേ എന്ന് പറയുന്നു. അത് രാത്രി ആയിരിക്കണമെന്നില്ല. അർദ്ധരാത്രി എന്ന് പറയുന്നത് ലോകം അതെ അന്ധകാരത്തിലായിരിക്കുമ്പോൾ, ലോകം മ്ലേച്ഛതയിലായിരിക്കുമ്പോൾ, ലോകം പാപത്തിലായിരിക്കുമ്പോൾ, ലോകജനം പ്രത്യാശയില്ലാത്തവരായി കിടക്കുമ്പോൾ ഇതിന്റെ നടുവിൽ ഒരു ശബ്ദം ഉയരും. മണവാളൻ വരുന്നേ എന്നൊരാർപ്പുവിളി. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ മണിയറയിൽ പ്രവേശിക്കും. ഇത് പറയുമ്പോൾ ഈ ഒരു വലിയ വസ്തുതയോടെ പറഞ്ഞിട്ട് നിർത്തണമെന്നാണ് ഞാൻ ആഗ്രഹിച്ച. ദൈവത്തിന് സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ. ഈ ബാധകൾ ഓരോന്നും അവരുടെ മേൽ വന്നിട്ടും അവർക്ക് മാനസാന്തരപ്പെടുവാനോ അവർക്ക് ദൈവത്തെ കണ്ടുമുട്ടുവാനോ കഴിഞ്ഞില്ല എന്നുള്ളത് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ 11ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതികഠിനമായിരിക്കുന്ന നിലയിൽ ഒരു ന്യായവിധി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് 11ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 11ാം അധ്യായത്തിൽ ഏറ്റവും ഒടുവിലെ ന്യായവിധി എങ്ങനെയായിരുന്നു എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. 11ാം അധ്യായം എല്ലാവരും എടുത്തിട്ട് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ അതേ വായിച്ചാട്ട്. പുറപ്പാട് പുസ്തകം 11ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ വായിക്കുന്നു. അനന്തരം യഹോവ മോശയോട്, ഞാൻ ഒരു ബാധ കൂടെ ഫറവോന്മേലും മിസ്രയീമിന്മേലും വരുത്തും. അതിന്റെ ശേഷം അവൻ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ടയക്കുമ്പോൾ നിങ്ങളെ ഒട്ടൊഴിയാതെ ഇവിടെ നിന്ന് ഓടിച്ചു കളയും. ഓരോ പുരുഷൻ താന്താന്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീ താന്താന്റെ അയൽക്കാരത്തിയോടും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിപ്പാൻ നീ ജനത്തോട് പറക എന്ന് കൽപ്പിച്ചു. യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോട് കൃപ തോന്നുമാറാക്കി. വിശേഷാൽ മോശ എന്ന പുരുഷനെ മിസ്രയീം ദേശത്തെ ഫറവോന്റെ ഭൃത്യന്മാരും പ്രജകളും മഹാശ്രേഷ്ഠനായി വിചാരിച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശെ മിസ്രയീമിലുള്ള മിസ്രയീമ്യർ അതിശ്രേഷ്ഠനായി വിചാരിച്ചു. മോശയ്ക്ക് ഈ ശ്രേഷ്ഠത കിട്ടിയത് എന്തുകൊണ്ടാണ്? ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ, സമർപ്പിക്കപ്പെട്ടവൻ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവിടെ വെളിപ്പെടുത്തി കൊടുത്തു. മിസ്രയീമ്യ ജനം മനസ്സിലാക്കി ഇത് ദൈവത്തിന്റെ ഒരു ഭൃത്യനാണ്. ജീവിതം കൊണ്ടാണ് നമ്മളെ ആരാണെന്ന് തെളിയിക്കേണ്ടത്. ജീവിതം കൊണ്ട് നമ്മൾ ആരാണെന്ന് തെളിയിക്കണം. മോശ എന്ത് ഭയപ്പെട്ടാ മിസ്രയീമിലോട്ട് പോയത്. 40 വർഷം കഴിഞ്ഞ് അവിടുന്ന് ഓടിപ്പോന്നപ്പോഴും മോശയുടെ മനസ്സ് ഭയം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അടുത്ത 40 വർഷം മിദ്യാന്യയിലായിരുന്നു. അവിടെ വെച്ച് ഹോരേബിൽ ദൈവം പ്രത്യക്ഷനായി പറഞ്ഞു, നീ അവിടേക്ക് പോകണമെന്ന്. 80ാമത്തെ വയസ്സിൽ തീരുവായ മനുഷ്യൻ കാലും കൈയും വിറച്ചാ പറഞ്ഞത്, ഞാൻ വാക്സാമർഥ്യമില്ലാത്തവനാണ്, മറ്റാരേലും അയച്ചാ മതിയെന്ന്. സമർപ്പിക്കപ്പെട്ട ആ മനുഷ്യനെ മിസ്രയീമിൽ ചെന്ന് 1 വർഷക്കാലം ദൈവം പറഞ്ഞ കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ദൈവം അവനെ മാനിച്ചു. ആ വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോട് കൃപ തോന്നുമാറാക്കി. വിശേഷാൽ
മോശ എന്ന പുരുഷനെ മിസ്രൈം ദേശത്ത് ഫറവോന്റെ ഭൃത്യന്മാരും പ്രജകളും മഹാശ്രേഷ്ഠനായി വിചാരിച്ചു. മറ്റാരുമല്ല, ഫറവോന്റെ ഭൃത്യന്മാരും പ്രജകളും, അതായത് മിസ്രൈമ്യ ജനം മോശയെ മഹാശ്രേഷ്ഠനായി വിചാരിച്ചു. പ്രൈസ് ദി ലോർഡ്. മോശയെ ശ്രേഷ്ഠനാക്കിയത് ദൈവമാണ്. മോശയെ വലിയവനാക്കിയത് ദൈവമാണ്. കാരണം ദൈവം പറഞ്ഞത് മോശ അനുസരിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മോശ നമുക്കൊരു മാതൃകയായിരിക്കണം. ദൈവം പറയുന്നിടത്ത് പോവുക, ദൈവം പറയുന്നത് ചെയ്യുക, ദൈവത്തെ അനുസരിക്കുക. അവരെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. പത്രോസ് പറഞ്ഞത് എങ്ങനെയാണ്? നിങ്ങൾ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ, എന്നാൽ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. മോശ തന്നെ ഉയർത്തപ്പെട്ടതല്ല, പിന്നെയോ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ അവൻ താണിരുന്നു. ദൈവം അവനെ ശ്രേഷ്ഠനായി ഉയർത്തി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ജനം അവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പേ ദൈവം മോശയോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്ന എല്ലാവരോടും ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, ഞങ്ങൾ ഉത്സവം ആചരിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ അവിടെ നിന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്ത്രീകളോട്, നിങ്ങൾ അയൽക്കാരോടും വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിപ്പീൻ, നീ ജനത്തോട് പറയാൻ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മള് സങ്കീർത്തനത്തിൽ വായിച്ചത്, അവർ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെട്ടു എന്ന്. കാരണം കഴിഞ്ഞ 400 വർഷക്കാലം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടതാ. സോഷ്യൽ സെക്യൂരിറ്റി ഒന്നും ഇല്ല, അന്ന് കിട്ടാനുള്ളതെല്ലാം കൂലിയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അവർ പറഞ്ഞ ഒരു ചരിത്രത്തിൽ ഒരു സംഭവം ഞാൻ ഓർപ്പിക്കാം. ഞങ്ങൾക്ക് അവിടെ ചുറ്റുള്ളിയും കുമ്പളങ്ങായും മത്തങ്ങായും ഒക്കെ ധാരാളം കിട്ടുമായിരുന്നു ജോലി ചെയ്താൽ. പിന്നെ അവര് പറഞ്ഞതാണ്, ഞങ്ങൾ ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ അവിടെ ഇരിക്കുകയായിരുന്നു എന്നൊക്കെ കഥ പറയുന്നത് കേട്ടാൽ. ഈ ഉള്ളിയും മത്തങ്ങായും ഒക്കെ സാമ്പാറിന് കൊള്ളാം. ഇതൊക്കെ അവർ കൊടുത്തോണ്ടിരുന്നത്. യഥാർത്ഥത്തിലുള്ള കൂലി കിട്ടിയിട്ടില്ല, യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല. ഇവരിവിടുന്ന് പാൻ തുടങ്ങുകയാണ്. പോകേണ്ട സമയത്ത് ആവശ്യം പോലെ വാങ്ങിച്ചോണ്ട് പോകാൻ ദൈവം പറഞ്ഞു. കാരണം ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ്. ഒരു ദൈവസന്നിധിയിൽ പോകേണ്ടത് എങ്ങനെയാണെന്ന് ഇസ്രായേൽക്കാർക്കറിയാം. ശരിക്കും ഒരുങ്ങി ശരിയായ ഡ്രസ്സ് ചെയ്ത് അവരുടെ ദേവനെ കാണാൻ പോകുന്നു. ഇത് അതിനേക്കാൾ വലിയൊരു ദൈവത്തെ കാണാൻ പോവുകയാണ്. അവർ മനസ്സ് തുറന്ന് വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും കൊടുത്തു വിട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവജനം ഇവിടുന്ന് പുറപ്പെടുമ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ജീവിച്ചാലും കൊള്ളാം, നമ്മൾ ഏത് നിലയിൽ കഷ്ടപ്പെട്ടാലും കൊള്ളാം, അതൊക്കെ അങ്ങ് മറക്ക്. നിന്നെ ഇവിടുന്ന് ശ്രേഷ്ഠനായ നിലയിൽ, ഉന്നതമായ നിലയിൽ, ധനികൻ എന്നുള്ള നിലയിൽ നിന്നെ ഇവിടുന്ന് പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. നിന്റെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ 6 ലക്ഷം അവിടുന്ന് ഇറങ്ങിയപ്പോൾ അവരുടെ എല്ലാവരുടെയും പക്കൽ വെള്ളിയും പൊന്നുമായി അവരാ പുറപ്പെടുന്നത്. കുഴച്ച മാവുമായി പുറപ്പെടുന്നത്. യുദ്ധസന്നദ്ധരായ പുറപ്പെടുന്നത്. ഒരു വലിയ സൈന്യം അവിടുന്ന് പുറപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 11-ാം അധ്യായത്തിലെ അതെ പീഡയുടെ മുമ്പിൽ നമുക്കൊരു പ്രത്യേക കാര്യം കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 4-ാം വാക്യം മുതൽ ഞാൻ താഴോട്ട് വായിക്കട്ടെ. മോശ പറഞ്ഞതെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അർദ്ധരാത്രിയിൽ ഞാൻ മിസ്രയീമിന്റെ നടുവിൽ കൂടെ പോകും. അപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഫറവോന്റെ ആദ്യജാതൻ, തിരികല്ലിൽ ഇരിക്കുന്ന ദാസിയുടെ ആദ്യജാതൻ വരെയും മിസ്രയീം ദേശത്തുള്ള കടിഞ്ഞൂലൊക്കെയും മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂലും ചത്തുപോകും. ഇത് മോശയല്ല ചെയ്യുന്നത്, ദൈവമാണ് ചെയ്യുന്നത്. ഫറവോന്റെ കടിഞ്ഞൂൽ മുതൽ തിരികല്ലിൽ പൊടിക്കുന്ന ദാസിയുടെ കടിഞ്ഞൂൽ വരെ അന്ന് രാത്രി ദൈവത്തിന്റെ ന്യായവിധിക്ക് വിധേയമായി തീർന്നു. 7-ാം വാക്യം. എന്നാൽ യഹോവ മിസ്രയീമ്യർക്കും ഇസ്രായേല്യർക്കും മധ്യേ വ്യത്യാസം വെച്ചിരുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന്
ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ നേരെ ഒരു നാ പോലും നാം അനക്കിയിട്ടില്ല. Praise the Lord. Amen. ഒരു സമയത്ത് ഇവരെ ഇട്ട് ചാട്ടവാറ് കൊണ്ട് അടിച്ചതാണ്, ഇവരെ പീഡിപ്പിച്ചതാണ്, ഇവരെ കഷ്ടപ്പെടുന്നതാണ്. പോകാൻ നേരത്ത് അതേ മിസ്രയീമ്യ ജനം കടന്ന് അയ്യം വിളിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ എന്റെ ജനത്തിന് നടുവിൽ ഒരു വ്യത്യാസം വെക്കും. പ്രൈസ് ദ ലോർഡ്. അന്ന് എന്റെ ജനത്തിന്റെ വ്യത്യാസം അവർ മനസ്സിലാക്കും. യാതൊരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ നേരെ ഒരു നാ പോലും നാം അനക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഇവര് മൃഗങ്ങളെയും ആടുകളെയും കുഞ്ഞുകുട്ടികളെയും എല്ലാമായി പോകുമ്പം അതെ പട്ടി പോലും കുരച്ചില്ലെന്ന് അന്ന് രാത്രി. Praise the Lord. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്ന് പറഞ്ഞാൽ പറവോനും അനങ്ങിയില്ല, സൈന്യവും അനങ്ങിയില്ല, ആരും അനങ്ങിയില്ല, അവിടുത്തെ പട്ടി പോലും കുരച്ചില്ല. ഈ ദൈവം എത്ര വലിയ ദൈവമാണ്. ഇന്ന് രാത്രി ചിന്തിച്ചു നോക്ക്. സർവശക്തിയുള്ള ഒരു ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ നാം ഈ മറ്റു വിലയില്ലാത്തതിന്റെയൊക്കെ പുറകെ പോകേണ്ട വല്ല കാര്യവും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒരു അത്യുന്നതനായ ദൈവം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ, ഒരു സർവശക്തനായ ദൈവം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ, അതിൽ വില കുറഞ്ഞതിന്റെ പുറകെ പോയവർ നാണം കെട്ടുപോയപ്പോൾ, ശിക്ഷായോഗ്യരായി തീർന്നപ്പോൾ, വിടുവിക്കപ്പെടുവാൻ കഴിയാതെ പോയപ്പോൾ അവരുടെ എല്ലാവരുടെയും വായടച്ചു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ വിടുവിക്കപ്പെടേണ്ട ഒരു ദൈവവൈതലാണെങ്കിൽ, നീ വീണ്ടെടുക്കപ്പെടേണ്ട ഒരു ദൈവവൈതലാണെങ്കിൽ, നീ ഉദ്ധരിക്കപ്പെടേണ്ട ഒരു ദൈവവൈതലാണെങ്കിൽ, നീ ഭയപ്പെടുന്ന ഏത് വ്യക്തിയുടെയും വായടയ്ക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. യേശുവിന്റെ നാമത്തിൽ ജയം. മിണ്ടുകയില്ല, അനങ്ങുകയില്ല. നിങ്ങൾ ഇന്ന് രാത്രി കർത്താവിനെ സേവിക്കുന്നത് എങ്ങനാ, മുൻപോട്ട് ഇറങ്ങുന്നത് എങ്ങനാ, ഞാൻ സ്നാനപ്പെടുന്നത് എങ്ങനാ, ഞാൻ എങ്ങനെ വേർപെടുന്നത് എന്ന് ഭാരപ്പെട്ട് നിൽക്കുന്നെങ്കിൽ അവരെന്ത് പറയും, ഇവരെന്ത് പറയും എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെടുന്നവർ ഒരുപക്ഷെ ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒറ്റ ഒരുവന് നാം അനങ്ങാതെ നിന്നെ സൂക്ഷിക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമാണ് ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുന്നത്. സത്യത്തിന് വേണ്ടി മുൻപോട്ട് വരിക. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കുക. എന്നാൽ ഞാൻ നിന്നെ വാലല്ല, ഞാൻ നിന്നെ തലയാക്കാമെന്ന് ദൈവം പറഞ്ഞു. ഞാൻ നിന്റെ വായോടുകൂടെ ഇരിക്കും. ദൈവത്തിന്റെ വചനമാണ്. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കാൻ ധൈര്യമായിരിക്കൂ. ഇന്ന് രാത്രിയിൽ എന്റെ വാക്കുകളെ എന്നോട് ചുരുക്കുകയാണ്. ദൈവമക്കൾ ധൈര്യമായിരിക്കൂ, പ്രത്യാശയുള്ളവരായിരിക്കൂ, കർത്താവിൽ ശരണപ്പെടൂ. ഈ കർത്താവ് വലിയവനാണ്. ആമേൻ. എത്ര പേർക്ക് സാമീൻ പറയാൻ കഴിയും? ഈ കർത്താവ് മതിയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഈ കർത്താവിനെ പിൻപറ്റും. പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രിയില് ഫറവോന്റെ കൊട്ടാരം മുതൽ പാവപ്പെട്ടവന്റെ വീട് വരെ അതേ അർദ്ധരാത്രിയിൽ മുറവിളിയുടെ ശബ്ദം ഉയരുമ്പോൾ എബ്രായ ജനത്തിന് നേരെ ഒരു നാ പോലും അനങ്ങിയില്ല. അവർ വെള്ളിയോടും പൊന്നിനോടും കൂടി അവിടെ നിന്ന് പുറപ്പെട്ടു. അടുത്ത ദിവസം കർത്താവ് വരുവാൻ താമസിച്ചാൽ ബാക്കി കാര്യം നമുക്ക് പഠിക്കാം. ഇന്ന് രാത്രി എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.